സുപ്രീം കോടതിയിൽ വളരെ ശക്തമായ ഒരു വിധി, ഒരു ഉത്തരവ് സംസ്ഥാനത്തിന് അനുകൂലമായി വന്നു. ധനപ്രതിസന്ധി കേരളത്തിന് മേൽ മോദി സർക്കാർ തീർക്കുന്നതിൽ 13,600 കോടി രൂപ വായ്പ എടുക്കാൻ കേരളത്തിന് സുപ്രീം കോടതി അനുമതി നൽകി. കേന്ദ്രത്തിനെതിരായ ശക്തമായ നടപടി. ഇത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാണോ? കേരളത്തിൻ്റെ ഈ പൊതുനിലപാട്, സുപ്രീം കോടതിയിലെ വിധി നേട്ടം, ഉത്തരവ് നേട്ടം UDF-നും BJP-ക്കും കേരളത്തിൽ ക്ഷീണമാകുമോ? LDF എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും. കാരണം എയിംസ്, IIT, റെയിൽവേ വികസനം ഇതെല്ലാം പോലെ കേരളത്തെ അവഗണിക്കുന്ന കൂട്ടത്തിലാണ് സാമ്പത്തിക കാര്യത്തിലും ഭരണഘടനാപരമായും ഫെഡറൽ തത്വങ്ങളെയും എല്ലാം ലംഘിച്ചുകൊണ്ട് മോഡി സർക്കാർ കേരളത്തോട്, പിണറായി സർക്കാരിനോടുള്ള വിവേചനം കാണിക്കുന്നത്. അതിനെതിരായിട്ട് രാഷ്ട്രീയമായും നിയമപരമായുള്ള പോരാട്ടം ഞങ്ങൾ തുടങ്ങി. ആ നിയമപരമായ പോരാട്ടത്തിലെ വലിയ വിജയമാണ് ഈ പറഞ്ഞതിൽ. ഞങ്ങളിങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താ UDF എടുത്ത നിലപാട്? അങ്ങനെ കിട്ടാനേ ഇല്ല, ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസയും കിട്ടാനില്ല എന്ന് പറഞ്ഞവർ. പക്ഷേ ഇന്ന് സുപ്രീം കോടതി പറയുകയാണ് 13,600 കോടി ഈ ആഴ്ച കൊടുക്കാൻ കേന്ദ്രം ഉത്തരവിടണം. എവിടെയാ സുപ്രീം കോടതിയാ ഉത്തരവിടുന്നത്? മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇന്ന് വരെ ഈ വിഷയത്തിൽ കേരളത്തോടുള്ള ധനകാര്യ വിവേചന വിഷയത്തിൽ, സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന വിഷയത്തിൽ ഒരുമിച്ച് സമരം ചെയ്യാൻ വിളിച്ചു. ഡൽഹിയിലേക്ക് ഒരുമിച്ച് സമരം ചെയ്യാൻ വിളിച്ചു. യോഗം കൂടി. VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും വന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ VD സതീശൻ എടുത്ത നിലപാടെന്താ? CPM-ന്റെ കൂടെ സമരമില്ല. ഇതല്ലേ? പക്ഷേ ഇവിടെ ഇപ്പോ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുകയാണ്.